ഇതിനകത്ത് ഇന്നൊരു ചിക്കൻ കറിയൊക്കെ ഇടാം. ചിക്കന് അതുപോലെ കഴുകണം. അതിനകത്ത് ഒരു പാട പോലെ കാണും. ചിക്കൻ കഴുകി എൻ്റെ ഇൻറ്റോടെ നിൽക്കും. അതുപോലെ ഓരോന്ന് എടുത്ത് അതിൻ്റെ പാട കളഞ്ഞ് ഇങ്ങനെ കഴുകണം. ഇങ്ങനെ നല്ലപോലെ കടവിലത്തുള്ള ഇട്ടമാർ പറയുമേ, നീ ചിക്കൻ കഴുകി എൻ്റെ നാപ്പൂളി കഴിയുമ്പോഴെങ്കിലും കൊണ്ടുപോകുന്നു. ചിക്കൻ നല്ലപോലെ കഴിഞ്ഞ എനിക്ക് കണ്ടോ. എൻ്റെ അതെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയായി കൊണ്ടിട്ട് നമുക്ക് ചിക്കൻ വെക്കണം ഇടാം കേട്ടോ. കുറേ താമസം പിടിക്കും എനിക്ക് ചിക്കൻ കഴിയാൻ. ഓരോന്ന് ഇങ്ങനെടുത്ത് അതിൻ്റെ പാട കളഞ്ഞ് ചിക്കൻ കഴുകി കൊണ്ടുപോയി കാണിക്കാം കേട്ടോ. ചിക്കൻ നല്ല സൂപ്പറായിട്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇഞ്ചൊക്കെ എടുത്തിട്ട് വെച്ചു. ഞാൻ വൈകുന്നേരം പള്ളി കൊണ്ടുമ്പോൾ കാറും ചെയ്യാം. എണ്ണ അടുപ്പത്ത് വെച്ചു. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് കടുക് കിട്ടി. എന്നും നമ്മൾ ചിക്കൻ വറുത്താണ് വെക്കാറ്. ഇന്ന് പച്ചക്ക് വെക്കുക. പച്ചക്ക് ഒന്ന് വെച്ച് നോക്കട്ടെ. വെക്കാറുണ്ട് ഞാൻ. വെച്ച് വെക്കുക. കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി നല്ലോണം മൂക്കട്ടെ. കരിവേപ്പില പച്ചയ്ക്കാണ് വെക്കണത്. എന്നും വെക്കുമ്പോൾ ചിക്കൻ വറുത്താണ് വെക്കാറ്. ഇന്ന് പച്ചയ്ക്കൊന്ന് വെക്കും. ഇത് വെക്കാറുണ്ട്. മൂക്കട്ട കിടക്കുന്നു. ഉള്ളി മൂക്കാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് സവാള വരന്ന് വരാനാണ് ഉപ്പിട്ടത്. സവാള കിടന്നാലും മൂക്കട്ടെ. ഒന്ന് കട്ടിക്കും. സവാള ഉള്ളിയൊക്കെ മൂത്ത് കണ്ടോ. ചുമന്ന കളറായി നല്ലപോലെ വാടി. നമുക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീർ മുളക് പൊടി വെച്ചത്. മഞ്ഞൾപ്പൊടി, കാശ്മീർ മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഇത്രയാണിത്. ഇതെല്ലാം കൂടി ഇടാം. ചിക്കൻ വെക്കാനപ്പോൾ മോന് വറുത്ത് തരാം കേട്ടോ. ചിക്കൻ നല്ലോണം മൂത്തിട്ട് മസാല ഇടുന്ന നല്ലോണം മൂത്തി. ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ഇടാം. ചിക്കൻ വറുക്കാൻ എടുത്ത് വെച്ചിട്ട് വറുക്കാൻ തിന്നിട്ട് ഇത് നമുക്ക് വറക്കാം. ഇനി അപ്പം വറുത്ത് വറക്കാം. ചിക്കൻ കാലം കേട്ടോ. ചിക്കൻ കറി വറക്കാൻ എടുത്തുണ്ട്. ബിരിയാണി ചിക്കൻ കാലം അല്ലാണ്ട് കുറേ ചാടി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. കുഞ്ഞാ പച്ചക്കായിട്ട് വെക്കണേ. എന്നും വറുത്ത് വെക്കാറില്ല. ഇന്നും പച്ചക്ക് അതിൻ്റെ വെള്ളത്തിൽ കിടന്ന് വേകട്ടെ. മറിച്ച് ചിക്കന് വെള്ളം ഉണ്ടല്ലോ. ആ ചിക്കനിൽ വെള്ളത്തിൽ കിടന്ന് നല്ല പൊരിഞ്ഞ് എൻ്റെ വെള്ളത്തിൽ ആവിയിൽ കിടന്ന് നല്ലപോലെ വേവണം. ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ലേശം ചൂടുവെള്ളം.
ഉയ്യയ്യോ, ഇഷ്ടപ്പാടില്ലല്ലോ. ഒഴിച്ചു കൊടുക്കാം. അവിടെ കിടന്ന് നല്ല നല്ല അയ്യയ്യോ, ഉയ്യയ്യോ. ചിക്കൻ്റെ വെള്ളം ഇറങ്ങിയേക്കണുണ്ടോ? അപ്പോൾ അതിൽ കിടന്ന് വറുത്തില്ല, വറുക്കാതെ പച്ചയ്ക്ക് വെക്കണതാണ്. ഒക്കെ നല്ലപോലെ വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് വേറെ ഒരു പണിയുണ്ട്. ഇത് കുഞ്ഞാപ്പനുണ്ടാക്കിയ ബിരിയാണി ആദ്യം കാണിച്ചില്ല, റൈസ് ബിരിയാണി. നമുക്ക് ചിക്കൻ വറുക്കാൻ തിരുമ്മി വെച്ചു. മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക്, പെരിഞ്ചീരകമൊക്കെ ഇട്ട് നാരങ്ങനീരൊഴിച്ചു, കുറച്ച് നാരങ്ങനീര് ഒഴിച്ചു. എന്നിട്ട് തിരിച്ച് നമുക്ക് കുക്കറിലിട്ട് ഒന്ന് വേവിക്കണം, ഒറ്റയടി, അല്ലെങ്കിലേ ഉള്ളു വേവില്ല. അപ്പം ഒരടി. അന്നേരം വറക്കാൻ നേരത്ത് കുറച്ച് അരപ്പും കൂടെ ചേർക്കും, ഒറ്റയടി അടിച്ചാൽ മതി. ലേശം വെള്ളം ഒഴിക്കണം, കുക്കർ പൊട്ടിത്തെറിക്കാതെ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ഒരടി അടിച്ചാൽ മതി. വറുക്കാനേ നമ്മൾ കോഴിക്കാരൊക്കെ മുഴുവനെ തിരുമ്മി വറുക്കാനിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഉള്ളു വേവില്ല, ഉള്ളി ഇങ്ങനെ വെളുത്തിരിക്കും. അന്നേരം പല അസുഖങ്ങളുണ്ടാകും. ഇപ്പോൾ കോഴിക്കൊക്കെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിലേ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ വയറിളക്കവും വയറുവേദനയും വലിയവരും കഴിച്ചാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ ഒരടി അടിച്ചിട്ട് വേണം വറുക്കാൻ. ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ്, നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്കുക. ചിക്കൻ കറി ഇതേ വറുക്കാതെ വെച്ച ചിക്കൻ കറി സൂപ്പറാട്ടോ. വറുക്കാതെ വെച്ച ചിക്കൻ കറി ഇത് കുക്കറിലൊന്ന് വേവിച്ചിട്ട് വറുത്തത്. ഇവിടെ കുഞ്ഞാപ്പന് കൊടുക്കുകയാണ്. കുഞ്ഞാവയ്ക്ക് ചിക്കൻ വറുത്തത്, ചിക്കൻ കറി വെച്ചത്, വറുക്കാണ്ട് കറി വെച്ചത്, 2-3 സവാള, പിന്നെ ചിക്കനിലേക്ക് വറുത്തതിലേക്ക് നാരങ്ങ പിഴിയുക, പച്ച നാരങ്ങ പിഴിയുക. ബാ കഴിക്കാൻ പോകുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക. വറുക്കാതെ വെച്ച ചിക്കനാണ്, കറിയാണിത്. ഇത് കുക്കറിലിട്ട് വേവിച്ചിട്ട് വറുത്തത്. ഞാൻ പറഞ്ഞില്ലേ, ബിരിയാണിയല്ല, നെയ്യ് ഒഴിച്ച് ബസ്മതി റൈസ് വെച്ച് ഉണ്ടാക്കിയതാണിത്. ഇത് നമ്മുടെ സവാള ഒരു ഇതിലേക്ക് നാരങ്ങനീര് പിഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇങ്ങനെ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക.